അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ സ്പെഷ്യൽ 9. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസ്വാജിനാ വലിദുർരിയ്യാതിനാ വലിഅസാതീദിനാ വലിതലാമീദിനാ വലിസായിരി അയിമത്തിദ്ദീൻ. ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുമോ എന്നാണ് പല ആളുകളുടെയും സംശയം. ഇഞ്ചക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മസിലിലേക്ക് അടിക്കപ്പെടുന്നത്, 2 ഞരമ്പിലേക്ക് അടിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ മസിലിലേക്കാണ് ഇഞ്ചക്ഷൻ അടിക്കപ്പെടുന്നത്. ആ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നതല്ല. അതേസമയം ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ബോഡിയിൽ വളരെ പെട്ടെന്ന് മരുന്ന് എഫക്റ്റ് ചെയ്യണം എന്ന സന്ദർഭത്തിൽ ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ അടിക്കപ്പെടാറുണ്ട്. ആ ഞരമ്പിലേക്ക് അടിക്കപ്പെടുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടും എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ അടിക്കുന്ന ആളോട് അല്ലെങ്കിൽ ഡോക്ടറോട് അന്വേഷിക്കണം. അതുപോലെ തന്നെ രക്തമെടുത്തു കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുമോ? ആ വിഷയത്തിൽ 2 അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഒന്ന് നോമ്പ് നഷ്ടപ്പെടും, 2 നഷ്ടപ്പെടുകയില്ല. സൂക്ഷ്മമായ അഭിപ്രായം നോമ്പ് നഷ്ടപ്പെടും എന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നോമ്പ് വേളയിൽ രക്തമെടുക്കൽ അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക എന്നതാണ്. ഓക്കെ ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ മുറിയും എന്ന അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശിഷ്യന്മാരൊക്കെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടും ഉണ്ട്. ഏതായിരുന്നാലും സൂക്ഷ്മത നോമ്പ് മുറിയും എന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അത്യാവശ്യമില്ലെങ്കിൽ അത് നോമ്പിൻ്റെ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും. ഇനി നോമ്പുമായി ബന്ധപ്പെട്ട ചില കറാഹത്തുകൾ. യുക്റഹു ലിസ്സായിമി, നോമ്പുകാരന് കറാഹത്താക്കപ്പെടും അസ്സിവാക്കു ബഅദ സവാലി, ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താക്കപ്പെടും ബിലാ ഉദ്രിൻ, കാരണം കൂടാതെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നോമ്പുകാരൻ്റെ വായയിൽ നിന്ന് അടിച്ചു വീശുന്ന ഒരു പകർച്ചയോടുകൂടെയുള്ള വാസന അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് നീക്കുന്നത് അത്ര നന്നല്ല. ഉച്ചയ്ക്ക് ശേഷമാണ് അധികവും അത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരന് മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ. കാരണമുണ്ടെങ്കിലോ ഏതുപോലെ കതഗയ്യുരി ഫമിൻ, വായ പകർച്ചയാകുന്നത് പോലെ, ലി നൗമിൻ, ഉറങ്ങിയതിന് വേണ്ടിയോ, ഔ അക്ലി കരീഹിൻ, അല്ലെങ്കിൽ ദുർഗന്ധമുള്ള വല്ലതും കഴിച്ചു, നാസിയൻ, മറന്നുകൊണ്ട്, നോമ്പുകാരനാണെന്ന് മറന്നുകൊണ്ട് ദുർഗന്ധമുള്ളത് വല്ലതും കഴിച്ചു, അങ്ങനെ വായ പകർച്ചയായി. അങ്ങനെ മറ്റു കാരണങ്ങൾ കൊണ്ട് വായ പകർച്ചയായാൽ അവിടെ മിസ്വാക്ക് ചെയ്യുന്നത് കറാഹത്ത് വരുന്നില്ല. അതുപോലെ തന്നെ വമുദ്ഗു ശൈഇൻ ഫിൽ ഫമി, വായിലിട്ട് വല്ല വസ്തുവും ചവച്ചരക്കുന്നതും കറാഹത്താണ്. വദൗഖു നഹ്വി തആമിൻ, ഭക്ഷണം പോലെയുള്ളത് രുചിച്ചു നോക്കലും കറാഹത്താണ് ബിലാ ഹാജത്തിൻ, ആവശ്യമില്ലാതെ. വസ്തിഅമാലു തീബി, നോമ്പുവേളയിൽ സുഗന്ധം ഉപയോഗിക്കലും കറാഹത്താണ്. വൽ ഇൻഗിമാസു ഫിൽ മാഇ, വെള്ളത്തിൽ മുങ്ങലും കറാഹത്താക്കപ്പെടും. വെള്ളത്തിൽ മുങ്ങൽ കറാഹത്താക്കപ്പെടുന്നത് എപ്പോഴാണ്? ഇല്ലം യകും മിൻ ആദത്തിഹി സബ്ഖുൽ മാഇ ഇൻദൽ ഇൻഗിമാസി, വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത്
അകത്തേക്ക് വെള്ളം പ്രവേശിക്കൽ അവന്റെ പതിവിൽപ്പെട്ടതായിട്ടില്ലെങ്കിലാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. സാധാരണ അവൻ മുങ്ങുന്ന സമയത്ത് അങ്ങനെ അകത്തേക്ക് വെള്ളം പ്രവേശിക്കാറില്ല. സാധാരണയിൽ അങ്ങനെ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവന് മുങ്ങിക്കുളിക്കൽ കറാഹത്താക്കപ്പെടും. അതേ സമയത്ത് സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് വെള്ളം കയറാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തിക്ക് മുങ്ങിക്കുളിക്കൽ കറാഹത്തല്ല, മറിച്ച് ഇല്ലാ ഹറുമ. സാധാരണഗതിയിൽ അങ്ങനെ അകത്തേക്ക് വെള്ളം കയറൽ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് മുങ്ങിക്കുളിക്കൽ ഹറാമു തന്നെയാകും. അതുപോലെ തന്നെ വൽ മുബാലഗത്തു ഫിൽ മളമളതി വൽ ഇസ്തിൻഷാഖി, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നതിലും അമിതമാക്കലും കറാഹത്താക്കപ്പെടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോമ്പുകാരന് കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.